റൈറ്റ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. പിന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പത്മഭൂഷന്റെ കാര്യം ഇവിടെ പറയാൻ ഇടയുണ്ടായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ രാഷ്ട്രീയ തലത്തിൽ നിന്നോ വി.ഡി. സതീശന്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരുടെ അടുത്തുനിന്നൊന്നും നമ്മൾ ഇത്തരം വാക്കുകളല്ല പ്രതീക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ വിഭാഗീയത സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വാക്കുകളല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താ പറഞ്ഞാൽ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു. മമ്മൂട്ടി ഇന്നൊന്നിലും അല്ലല്ലോ, ഇവരും കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ കേന്ദ്രത്തിലും ഭരിച്ചിട്ടുണ്ട്. പത്മശ്രീ ലഭിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാജ്പേയി ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് പത്മശ്രീ മമ്മൂട്ടിക്ക് ലഭിച്ചത്. അപ്പൊ ഇവരൊന്നും മുഹമ്മദ് ഷമിക്ക് അർജുന അവാർഡ് കിട്ടിയതോ ഒന്നും ഇവർ കണ്ടില്ലേ? ആ സമയത്തൊന്നും ഇവരുടെ പോസ്റ്റ് ഉണ്ടായിട്ടില്ലേ? അതൊക്കെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് നയങ്ങൾ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം. മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ട്. മമ്മൂട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹമാണ് ഏറ്റവും വലുത്. അപ്പോൾ ഇത്തരം രാഷ്ട്രീയ ഇരട്ടത്താപ്പുകൾ ഇത്തരം ഓരോ അവാർഡുകളിലും ഉണ്ടാവരുത്. അതെന്ന് പറഞ്ഞാൽ ഇത്തരം അവാർഡുകളൊക്കെ നമുക്ക് ചിരി പടർത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പത്രം വായിക്കുന്നവരും മാധ്യമത്തിലൂടെ കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്, സാധാരണക്കാരായ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് വി.ഡി. സതീശന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ്. പത്മവിഭൂഷൺ മമ്മൂട്ടിക്ക് കിട്ടാത്തതും പിന്നെ കുറെ പേരുടെ ലിസ്റ്റൊക്കെ വി.ഡി. സതീശൻ ഇട്ടിട്ടുണ്ട്. വി.ഡി. സതീശനോട് ചോദിക്കാനുള്ളത്, മമ്മൂട്ടി ഇന്നലെ അല്ലെങ്കിൽ ഈ ബി.ജെ.പി ഭരിക്കുന്ന ഈ 10 വർഷമായിട്ടേ ഉള്ളൂ ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു അവാർഡ് കൊടുക്കാൻ തുടങ്ങിയത് ഈ 10 വർഷമായിട്ടേ ഉള്ളൂ, അതല്ല ഇന്ത്യ ഇവര് ഭരിച്ചിട്ടില്ലേ എന്നാണ് പുള്ളിക്കാരനോട് ചോദിക്കാനുള്ളത്. കേന്ദ്രവും കേരളവും ഒരുമിച്ച് ഭരിച്ച സമയമുണ്ട്. അപ്പോഴൊന്നും എന്തായി നിങ്ങളെന്തായി ലിസ്റ്റ് കൊടുക്കാതിരുന്നത് ഇവിടെ? അപ്പൊ വെറുതെ ഒരു അനാവശ്യ രാഷ്ട്രീയ ഗിമ്മിക്കുകൾ കാണിക്കാനോ വെറുതെ ജനങ്ങളുടെ അടുത്തേക്ക് ഓരോ പാപ്പരത്തങ്ങൾ കാണിക്കാനുള്ള ഒരു കാര്യമാക്കി ഓരോ കാര്യത്തിനെയും മാറ്റുന്ന ഇവരുടെ എന്താ പറയാ ഈ ഇരട്ടത്താപ്പ് നയം നമുക്ക് വ്യക്തമാക്കുന്ന പോസ്റ്റുകളാണിത്. അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഇത്തരം വേലകൾ കാണിക്കാതിരിക്കുക. വെറുതെ ഒരു രാഷ്ട്രീയ പോരിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്ന രീതിയിലുള്ള തരം താഴ്ന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറാതിരിക്കുക. അതാണ് നമുക്ക് പറയാനുള്ളത്. വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്? മമ്മൂട്ടിക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷണം ഒന്നുമില്ലെങ്കിലും മമ്മൂട്ടി ജനമനസ്സിലുണ്ട്, ഞങ്ങളുടെ മനസ്സിലുണ്ട്. കേരളത്തിന്റെ സ്വത്താണ് അദ്ദേഹം. കേരളത്തിന്റെ ജനങ്ങൾ നൽകുന്ന ആ സ്നേഹവും കരുതലുമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അവാർഡ്. അതിലും മികച്ചൊരു അവാർഡ് കിട്ടാനില്ല. ചില അവാർഡുകൾ കിട്ടുന്നേരം തന്നെ നമുക്ക് ഈ സാധാരണക്കാരായ എനിക്ക് പോലും ചിരിയാണ് വരുന്നത്. നമ്മൾ പത്രത്തിൽ വായിച്ചു നോക്കുന്നേരോ ഓരോ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ആ അവാർഡ് കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്, വെറും ചിരി. കാരണം അത്രയ്ക്കും വേണ്ടപ്പെട്ടവർക്കും അത്രയ്ക്കും കിട്ടേണ്ടവർക്കുമാണ് ഈ അവാർഡുകളൊക്കെ ഇവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ചിരി വരുന്നത്. അതുകൊണ്ട് മമ്മൂട്ടിക്കൊന്നും അത്തരത്തിലുള്ള അവാർഡ് കിട്ടാത്തതാണ് ഒരു കണക്കിന് നല്ലത്. എന്താ പറഞ്ഞാൽ ഇവിടെയുള്ള കേരള ജനത അദ്ദേഹത്തെ അത്രത്തോളം സ്നേഹിക്കുന്നു, അദ്ദേഹത്തിനോട് അത്രയും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ആ സ്നേഹം മതി അദ്ദേഹത്തിന്. അതിലും വലിയൊരു അവാർഡ് കിട്ടാനില്ല അദ്ദേഹത്തിന്. അപ്പോൾ ഈ വി.ഡി. സതീശന്റെ ഈ പോസ്റ്റിനെതിരെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടത്. അന്നേരം അതാണ് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇത്തരം ഓരോ നല്ല നല്ല വീഡിയോസുകളും മുന്നോട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടണിൽ വിരലമർത്തി നമ്മളുടെ ഈ എളിയ ചാനലിനെ വലുതാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തി നമ്മളെ ഹെൽപ്പ് ചെയ്യുക.
അപ്പോൾ ഓരോരുത്തർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ